മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വളരെ നല്ലൊരു ചാനലാണ്. ആ ചാനലിൽ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ഈ ഒരു പ്രോഗ്രാമിനകത്ത് ശാരിക എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ട്. എന്തരാണ് പറയുന്നതെന്ന് അവർക്കും അറിയത്തില്ല, എന്തരാണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയത്തില്ല. ഞാൻ എന്തൊരു വലിയ സംഭവമാണ്, എന്നെ എല്ലാവരും കുമ്പിട്ട് വണങ്ങിയിട്ട് പോകണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആങ്കർ ഷോ ഡയറക്ടർ ഇവിടെ, ഷോ ഡയറക്ടർ വിളി, എനിക്ക് പോകണം, എനിക്കൊരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഷോ ഡയറക്ടർ അവിടെ. ഷോ ഡയറക്ടർ അത്ര പട്ടിയാണ് നിങ്ങളുടെ ഷോയില് അല്ലേ? അപ്പൊ നമ്മൾ ശാരിക ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത നടത്തിയ ഒരു ഇന്റർവ്യൂവിന്റെ റിയാക്ഷൻ ആണ് നടത്താൻ പോകുന്നത്. നല്ല രസമായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ള എല്ലാവരും കയറിപ്പോരെ, അല്ലാത്തൊരു അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേര് കാണുന്നുണ്ട്. ഇപ്പം നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടനെ പ്ലക്കനെ ചെറുതായിട്ടൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം ഇടക്കിടക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് ഓരോ ഗസ്റ്റിനെ വിളിച്ചു വരുത്തി അവരെ പട്ടിപ്പുറ്റം നടത്തി എന്തോ ഒരു മനുഷ്യനെ അപമാനിക്കാവോ അത്രയും അപമാനിച്ചിട്ട് വിടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശാരിക എന്ന് പറയുന്ന ആങ്കർ. ഈ ശാരിക പുള്ളിക്കാരി ചാനലിൽ വന്നൊന്ന് പറയും, മൈൽ സ്റ്റോൺ മേക്കേഴ്സിലൊന്ന് പറയും, അപ്പുറത്ത് പോയിട്ട് വേറൊന്ന് പറയും, അങ്ങനെയൊക്കെയാണ്. എന്നാലും പുള്ളിക്കാരി എന്നിട്ട് വന്ന് ആരെയൊക്കെ വിമർശിക്കും. പുള്ളിക്കാരി വിമർശിക്കണമെങ്കിൽ മിനിമം ഒരു അതുലോ അനന്തവോ വിവിയോ ഒക്കെ ആണ്. നമ്മളൊക്കെ ചോട്ടാമോട്ടാളുകൾ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം റിയ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വുമണിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിയ എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ വുമൺ ഭയങ്കരമായിട്ട് ജനശ്രദ്ധ നേടിയ ഒരാളാണ്. ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ അവരോട് വന്ന് ചോദിച്ച സമയത്ത് എന്നെ ഒരു പെണ്ണായിട്ട് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല, ഞാനൊരു ട്രാൻസ് വുമൺ ആണ്, എന്നെ അങ്ങനെ പരിഗണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കയ്യടി നേടുന്ന രീതിയിലുള്ള സംസാരിച്ചു. അപ്പൊ ശാരിക്ക് മൊത്തത്തിൽ ഇവരോട് ചോദിക്കാൻ രണ്ട് ചോദ്യങ്ങളുള്ളൂ. ആ 2 ചോദ്യങ്ങൾ 27 മിനിറ്റ് ഇവർ വലിച്ചു നീട്ടി. ആദ്യത്തെ ചോദ്യം, താങ്കൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഞാനായതുകൊണ്ട് താങ്കൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഈ ഷോയിൽ വരാൻ, ഞാൻ വലിയ സംഭവം, നിങ്ങൾക്കൊരു കാര്യം അറിയേ, മൃണാൾ പോലും ഇത്രയും തള്ളി ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് ആ തള്ളൊന്നും ആദ്യം കേട്ടോ. അങ്ങനെയാണല്ലോ നിങ്ങൾ ഓരോ സംഭാഷണത്തിലും സ്റ്റേറ്റ്മെന്റ്സിലും ഇന്റർവ്യൂസിലും ഒക്കെ പറയുന്നത്. അതെന്താണ് അങ്ങനെ? നിങ്ങൾ സമൂഹത്തിനെ അത്രയധികം റെസ്പെക്ട് ചെയ്യുന്നുകൊണ്ട് സമൂഹത്തിനധികം നല്ല രീതിയിൽ നിങ്ങൾ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അതായത് നിങ്ങളുടെ റിബൽ ക്യാരക്ടറാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു മൊത്തത്തിൽ ഒരു അറ്റയറോ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡോ ഒക്കെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പുച്ഛഭാവത്തിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. എന്തുകൊണ്ട്? എന്റെ പൊന്നളിയ, നിങ്ങളുടെ ക്യാരക്ടർ ആണെന്ന് നമുക്ക് എന്തൊക്കെയാ തോന്നുന്നത് പുറത്തു പോലും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വൃത്തികെട്ട മ്ലേച്ഛകരമായ ക്യാരക്ടറാണ് നിങ്ങൾ. നമ്മളെല്ലാം പറയുന്നുണ്ടോ? ഒരാളുടെ ക്യാരക്ടർ അയാളെ കണ്ടിട്ട് അയാളുടെ പേഴ്സണാലിറ്റി വെച്ച് ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈറ്റ്സ് കവർന്ന് കേട്ടോ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഇത് വെച്ചിട്ട് ആൾക്കാർ നിങ്ങളെ വിലയിരുത്താൻ പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നളിയ നിൽക്കാൻ പറ്റത്തില്ല. അല്ലല്ലോ, നിങ്ങളൊരു ഫിലിം സ്റ്റാർ അല്ലേ? ആക്ച്വലി ഒരുപാട് ഭാവങ്ങൾ വരുന്ന കൂട്ടത്തിലുള്ളതാണോ അതോ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നതാണോ? ഒരുപാട് ഭാവങ്ങൾ വരും. ഒരു ഫിലിം ആക്ട്രസ് അല്ലേ? നിങ്ങളെ കാണുമ്പോൾ ഹാസ്യം, ശൃംഗാരം, ബീവത്സം എല്ലാവരും അങ്ങ് കാണിക്കാം. ശാരിക വരുന്നു, ഹാസ്യം, ഭയാനകം, എങ്ങനെ ഉണ്ടായിരിക്കും അത്? ഒരാളെ സിനിമയിൽ അവർ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് ജീവിതത്തിൽ അഭിനയിക്കണമെന്നില്ല. അതേപോലെ തന്നെ ഒരാൾ ജീവിതത്തിൽ അഭിനയിക്കുന്ന പോലെ തന്നെ ഇന്റർവ്യൂ ആങ്കറിലും അഭിനയിക്കണമെന്ന് ഉണ്ട് കേട്ടോ. ഇല്ല കേട്ടോ, ഉണ്ടാവണോ? നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾ കമന്റ് ഇടുക, നമുക്ക് ബാക്കി വെക്കാം. നമ്മൾ സാധാരണ ഹോട്ട് സീറ്റിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് അവരുമായിട്ട് വളരെ സംസാരിച്ച് വളരെ നല്ല ഒരു ചിരിച്ച ഒരു പ്ലസന്റ് ഫേസ് ഉണ്ട്. പക്ഷേ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊരു ദേഷ്യം നിങ്ങളുടെ മുഖത്ത് തന്നെ ഉണ്ട്. ഹോട്ട് സീറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഞാനാണ് ആങ്കർ എന്ന് അറിഞ്ഞിട്ട് വന്ന അങ്ങനെ ഒരു അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളാണ് ആങ്കർ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഗസ്റ്റ് ദേഷ്യപ്പെടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. സ്വന്തമായിട്ട് അങ്ങനെ ഒരു ബോധ്യമുള്ളത് വളരെ നല്ലതാട്ടോ. അത് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു മൂല്യനിർണ്ണയം ഉള്ളത് വളരെ നല്ലതാണ്. നിങ്ങൾക്കപ്പോൾ അറിയാം അപ്പുറത്തിരിക്കുന്ന ആൾ നിങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്നു. അത് നിങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ചിട്ടാണ്. എനിക്കറിയാം, പക്ഷെ അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് നിങ്ങളാണ് ആങ്കർ എനിക്കറിയാം. അപ്പൊ പിന്നെ എന്തിനാണ് ആ പുച്ഛഭാവം? എന്തിനാണ് നിങ്ങളാണ് ആങ്കർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സംശയിക്കാനുണ്ടോ? അത് ഇപ്പൊ എടുത്തു വെക്കാൻ എന്തിരിക്കുന്നു? എനിക്ക് ശാരിക എന്താണെന്ന് വ്യക്തമാക്കി അറിഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് ഭയങ്കര മിങ്കിളായി സംസാരിക്കുമ്പോൾ ശാരിക, ഞാൻ ഇവിടെ ഹോട്ട് സീറ്റിലായിരിക്കുന്നത്, ശാരിക എന്തും ചോദിക്കാം. ഞാൻ ഏജ് എത്രയുണ്ടെന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു മരവിപ്പിൽ, അതായത് ഒരു താല്പര്യക്കുറവോടുകൂടിയാണ് എനിക്ക് ഷെയ്ക്കാൻഡ് പോലും ആക്ച്വലി എന്നെ ഒന്ന് ഇൻസൾട്ട് ചെയ്തു. ബിക്കോസ് നിങ്ങളുടെ ഒരു ആരെ ഇൻസൾട്ട് ചെയ്യാത്ത തമ്പുരാട്ടി ആരാ പറയുന്നേ? അവര് ഷെയ്ക്കാൻഡ് ഇൻസൾട്ട് ചെയ്തെന്ന് പോലും. നിങ്ങളെ ജാസിയോട് കാണിച്ച അവരാതെ ഞാൻ റിയാക്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ പക്കയായിട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ അറിയാവോ? നിങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ആളെന്നറിയോ? മൈത്രയൻ. പുള്ളി എടുത്തിട്ട് അലക്കുന്നുണ്ടായിരുന്നു. അഖിൽമാരെ വിളിക്കൂ, അതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്ന സാധനം. അല്ലാതെ
നിങ്ങളോട് നന്നായിട്ട് ഇടപഴകണം എന്ന് വിചാരിക്കുന്ന ആളുകൾ നിങ്ങൾ മോശമായിട്ട് സംസാരിക്കത്തുള്ളൂ. ഈ മൈത്രേനും അഖിൽമാരെയും മോശമായിട്ട് സംസാരിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ചുട്ട മറുപടി തരാൻ പറ്റുന്നത് അവർക്കാണ്. മുഖഭാവവും അല്ലെങ്കിൽ നിങ്ങളൊരു എന്തോ ഒരു ഇഷ്ടമില്ലാതെ വന്നിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന പോലെ നിങ്ങൾക്ക് താല്പര്യക്കുറവാണ് ഈ ഇരിക്കുന്നുണ്ട്. താല്പര്യക്കുറവ് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ്. അപ്പൂസെ പുള്ളിക്കാരത്തേക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു. ആക്ച്വലി നിർബന്ധിച്ച് അപ്പൂസ് ചോദിക്കുകയാണ്, ഞാനാണ് ആങ്കർ എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും നിങ്ങളാണോ ആ പറഞ്ഞ സാധനം നിങ്ങളാണ് ശരിക്കും. അവര് മര്യാദയ്ക്ക് വന്നിട്ടിരുന്നു അവരോട് ചോദ്യം ചോദിക്കുന്നതിന് വരെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഒരു താല്പര്യമില്ലല്ലോ, നിങ്ങൾ അൺകംഫർട്ടബിൾ ആണോ? അപ്പൂസേ ഇവർ അൺകംഫർട്ടബിൾ ആണോ? പറഞ്ഞില്ലേ ഞാനാണ് ആങ്കർ. നിങ്ങളാണ് ആങ്കർ എന്നറിഞ്ഞുകൊണ്ടുള്ള അൺകംഫർട്ടബിൾ ആൾട്ടേ ഉള്ളൂ, അല്ല വേറൊരു സാധനവും ഇല്ല. നിങ്ങളുടെ വിചാരം എന്താണ്? നിങ്ങൾ വലിയ കൊമ്പത്തെ പുള്ളിക്കാരിയാണെന്നാണ് വിചാരം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സുഹൃത്തെ, നിങ്ങൾക്ക് ശരിക്കും ഇന്റർവ്യൂ ചെയ്യാൻ അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ചൊറിയാനേ അറിയത്തുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന അതാണ്. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ അല്ല, നമ്മൾ പോപ്പുലാരിറ്റി ഇല്ലല്ലോ, എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യണം കേട്ടോ. എനിക്ക് ശാരിക മേഡത്തോട് സംസാരിക്കണമെന്നുണ്ട്. ഇവരെ പേഴ്സണലി അറിയാവുന്നവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ നല്ല സ്ത്രീയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഇവരുടെ സോഷ്യൽ മീഡിയ ഫേസ് എനിക്ക് ഇഷ്ടമല്ല. ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വന്നിട്ട് വേണേ ഞാൻ തരാം, നിങ്ങൾക്ക് നല്ല മറുപടികൾ ഞാൻ തരാം. ഓക്കെ ആണോ? അല്ല, എനിക്ക് വന്നപ്പോൾ ഞാനൊരു ഡൗൺ ആയി പോയി ആക്ച്വലി കണ്ടിട്ട്. അതാണ് എനിക്ക് അങ്ങനെ തോന്നാൻ കാര്യം. ഡൗൺ ആയെങ്കിൽ അത് നിങ്ങളുടെ പരാജയമല്ലേ? ഐ മീൻസ് കറക്റ്റ്, ഡൗൺ ആയെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. അതിന് നിങ്ങൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്കയായിട്ട് മറുപടി പറഞ്ഞു കേട്ടോ. ഇവർ പക്കയായിട്ട് ചോദിച്ച ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞു. പക്ഷെ 2 ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. 2ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഡൗൺ ആയി എന്ന് ഞാൻ പറഞ്ഞത് ശാരികയുടെ ഒരു പരാജയമാണെന്ന്. ഇപ്പോൾ അങ്ങനെ ഡൗൺ ആയെങ്കിൽ ഞാൻ ഡൗൺ ആയതിന്റെ കാരണം എന്നോടൊപ്പം അടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് ആയിരിക്കണം എപ്പോഴും ഞാൻ ഷോ ഡയറക്ടറോട് പറയാറുണ്ട്. അല്ലെങ്കിൽ അതേപോലെ അവരും ചിന്തിച്ചൂടെ, എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന ഒരു ആങ്കറിന് എന്റെ അത്രയും സാമാന്യ വിവരവും ബോധവും ഉള്ള ഒരാളായിരിക്കണം, ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബോധമുള്ള ഒരാളായിരിക്കണം നിങ്ങൾ എന്ന് ചിന്തിച്ചപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ ആ ഒരു അമർഷം ഇവർക്ക് വന്നൂടെ? നിങ്ങളോട് അടിച്ചു നിൽക്കുന്ന ഒരു ഗസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഡൗൺ ആവുമെന്ന് പറയുന്ന പോലെ തന്നെ അവർക്കും അത് ആപ്ലിക്കബിൾ അല്ലേ? ഇത് മറ്റേ റേഡിയോ ആണല്ലോ, ഞാൻ പറയും നിങ്ങൾ അങ്ങ് കേട്ടാ മതി. ആ സെറ്റപ്പാണ് ശാരിക മേഡത്തിന്റെ ഒരു ഡൗൺ ആവും. സ്വാഭാവികമായിട്ട് എന്നെ പേടിക്കുന്ന ഒരാളാണെങ്കിൽ, എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും തരാത്ത ഒരാളാണെങ്കിൽ അല്ല, നിങ്ങളെ എന്തിനാ പേടിക്കുന്ന? എന്തിനാ നിങ്ങളാണോ മറ്റേ ഒസാമ ബില്ലാദിന്റെ കൊച്ചുമോളുടെ ഇളയച്ചന്റെ വല്യച്ഛന്റെ മാമന്റെ മോൾ ഒന്നും അല്ലല്ലോ. നിങ്ങൾ ശാരിക ഇല്ലയോ? നിങ്ങൾ എന്തിനാ പേടിക്കുന്നതിനാ? ഇനി പിടിച്ച് കടിക്കുവോ? എനിക്കറിയത്തില്ല കേട്ടോ. ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് പേടിച്ച് നിൽക്കുന്നു എന്നാണ് അർത്ഥം. അല്ല, നമുക്ക് ഒരു വികാരവും ഇല്ലാതെ അങ്ങനെയല്ല. നിങ്ങളൊരു എന്താ പറയുക, ഇവർക്ക് വികാരമില്ല. അതങ്ങനെ ഇവർക്ക് പറയാൻ പറ്റും. ശാരിക്ക് എങ്ങനെ പറയാൻ പറ്റും അവരൊരു വികാരമില്ല നിൽക്കുന്നത്? നിങ്ങൾ ചോദ്യം ചോദിക്കുക, ആ ചോദ്യത്തിനുള്ള മറുപടി പറയുക എന്നുള്ളതിലെ കർത്തവ്യം. അല്ലാതെ ഹോട്ട് സീറ്റ് വരുന്നുള്ള ശാരിക എന്താണ് കാണിക്കുന്നത്, ശാരിക എന്താണ് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. അത് നൈസാട്ടോ. അതറിയത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോഴത്തേനും കുറെ പോയിന്റ്സ് കൊടുക്കണം. ഇങ്ങനെയുള്ള ഹൈപ്പർ റിയാക്ഷൻസ് ആണ് നമുക്ക് വേണ്ടത്, ഇങ്ങനെ ചെയ്യാമെങ്കിൽ മാത്രമേ നിങ്ങൾ ഷോയിലേക്ക് വരാവൂ. ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഒരാളെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോഴത്തേനും അവർക്ക് വിത്ത് ഓൾ റെസ്പെക്ട് അവരെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പക്കയാണ്. അല്ലാതെ ചുമ്മാ കുണസ ചൊറിയാണ് ചൊറിയുന്നത്. നിങ്ങൾക്ക് ശരിക്കും ചൊറിയാനും അറിയത്തില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ റോഹന്റെ ഇന്റർവ്യൂ കാണും, അദ്ദേഹത്തെ കോപ്പി അടിക്കണമല്ല പറയുന്നത്. അത് കണ്ടിട്ട് അതിന് നിങ്ങൾ ഇൻസ്പയർഡ് ആവും. ഒരു സാധനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക്. ഒരു ഗസ്റ്റിനെ നിങ്ങൾ ഇൻസൾട്ട് ആണ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര നെഗറ്റീവ് വന്നാലും ഇല്ല ഞാൻ കറക്റ്റ്, നീ കാണുന്ന പ്രേക്ഷകരെല്ലാം പൊട്ടന്മാര് മണ്ടന്മാര് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ രേണുസുജെ പോലെ ഏറെ കയറി ഫീൽഡ് ഔട്ട് ആവും. ബാക്കി പറ. അതൊരു പുരുഷന്റെ കൂടെ കഴിയാൻ പറ്റണം. അതിന് നിങ്ങൾ ഒരു വേർഡ് അതിനകത്ത് ഉപയോഗിക്കുന്നത് ഞാൻ ഇവിടെ പറയുന്നില്ല, ബിക്കോസ് ഐ കാൻറ്റ് സേ ദാറ്റ്. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ. മോശപ്പെട്ട വേർഡൊന്നും ഉപയോഗിച്ചിട്ടില്ല, താങ്കൾ പറയൂ. അല്ല, ഞാൻ പറയുന്നില്ല, ബിക്കോസ് നേരത്തെ ഈ അത് ഒരു വാക്ക് ഉപയോഗിച്ചു. ആ വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. ഒരു വാക്ക് നിങ്ങൾ ഉപയോഗിച്ചു. ഇതാണ് ഇവർ ചോദിക്കാൻ മറ്റൊരു ചോദ്യം കേട്ടോ. അപ്പൊ ആ വാക്ക് ഞാൻ പറയുന്നില്ല, അതിന്റെ കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാ വാക്ക് പറയാത്ത? പറ. എന്റെ ഇഷ്ടം, എന്റെ സഭ്യതയാണ്. എന്റെ ഇഷ്ടം, എന്റെ സഭ്യത. ഓ മൈ ഗോഡ്, ശാരികയുടെ സഭ്യത പറ. അത് ചെയ്താൽ അല്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചെയ്താൽ പുരുഷന് ചിലപ്പോൾ ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്താൽ മാത്രമേ പുരുഷന് സംതൃപ്തി കിട്ടത്തുള്ളൂ. അപ്പൊ ഊഹിക്കാലോ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വേർഡ് ഞാനത് പറയില്ല. അത് നിങ്ങൾ ഇനി എത്ര നിർബന്ധിപ്പിച്ചാലും ഞാൻ പറയില്ല. എനിക്കത് പറയാൻ എത്ര നിർബന്ധിപ്പിച്ചാലും പറയത്തില്ല. ഓ മൈ ഗോഡ്, ആറ്റിറ്റ്യൂഡ് അതാണ്. നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാനത് പറയത്തില്ല. അത് അങ്ങനെയാണ് കേട്ടോ. അത് ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കായിരിക്കും. എനിക്ക് മുടിഞ്ഞ നിലപാടാണ്. എന്റെ നിലപാടിന് ഞാൻ ഒരു കട്ടുക്കം വണ്ടി പോലും മാറത്തില്ല. ഞാൻ പറഞ്ഞ വേർഡ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് ഞാൻ ആവശ്യമില്ല. അല്ല, നിങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്ന സമയത്ത് ഇത് ഒന്നുമില്ല. ചാനൽ എന്ന് പറയുമ്പോൾ പ്രസ്റ്റീജിയസ് ചാനൽ മുമ്പ് നമ്മൾ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ അതിന് പ്രസ്റ്റീജിയസ് ചാനൽ അതൊക്കെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസ്റ്റീജിയസ് ചാനല് ആങ്കറിന്റെ പ്രസ്റ്റീജിയസ് കൊണ്ട് നമ്മൾ പറയുന്നില്ല കേട്ടോ. ആ വാക്ക് നമ്മൾ പറയുന്നില്ല. ഒരു വാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. F2 സ്റ്റാർ ഒരു വാക്ക്, ആ വാക്ക് പറയുന്നില്ല. അത് എന്റെ സഭ്യത എന്നെ സമ്മതിക്കത്തില്ല. നിങ്ങൾ ഇനി എത്ര പറഞ്ഞാലും ഞാനത് പറയത്തില്ല. അതാണ് എന്റെ നിലപാട്.
ഒരു അവതാരിക എന്നതിൽ എനിക്ക് എന്റേതായ ഒരു സഭ്യതയുണ്ട്. ആ മാനസ് ഞാൻ കീപ്പ് ചെയ്യണം. എനിക്കത് ഞാൻ പറയാനില്ല. അതിനേക്കാളും അവതാരികയുടെ നിലപാട്, സഭ്യത. അടുത്ത ക്ലിപ്പിംഗ് ഒന്ന് നമുക്ക് കണ്ടാലോ? സംതൃപ്തി കൊടുക്കാൻ പറ്റണമെന്നില്ല ഒരു സ്ത്രീയെ പോലെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അതിനകത്ത് നിങ്ങൾ പറഞ്ഞ ഒരു ക്രൂഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ മാത്രമേ ഒരു പുരുഷന് എന്തോ വാക്ക് ഞാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാൻ പറയത്തില്ല, ഒരു ആങ്കർ എന്ന സഭ്യത ഞാൻ പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് തോന്നിയ ദിവസം പറഞ്ഞു വെച്ചേക്കുന്നത്? നിലപാടല്ലയോ? ആ സാധനം ഇല്ല നമുക്ക്. ആ സാധനം നമുക്കില്ല. പറഞ്ഞ് ആ നാക്ക് അങ്ങോട്ട് വായിലേക്ക് ഇട്ടിട്ട് ഉടനെ നിങ്ങൾ ചെയ്താലും ഞാൻ പറയത്തുള്ള അതെന്റെ ചാനലിന്റെ റെപ്യൂട്ടേഷനാണ്, അത് ഈ ഒരു അവതാരക എന്ന നിലയിൽ എന്റെ കർത്തവ്യമാണ്. തൊട്ടപ്പുറത്തോട്ട് ഇത് തന്നെ കുറെ നേരം കൊണ്ട് കേൾക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു നിലപാടെടുക്കുക. ഇത് ആരോട് പറയാൻ? ബാക്കി പറ. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ടില്ല. അറിഷുവോ? ഞാൻ ഇനിയപ്പോ യെസ്, ഐ ആം ദ ഷുഗർ ഓഫ് ദി ഇന്ത്യ, അങ്ങനെ എന്തൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തൊരു സംസാരം ഇവർക്കിടെ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ക്ലാരിഫൈ നടത്തുന്നുണ്ട്. പിന്നീട് ഒരു മിനിറ്റോളം ഇവരുടെ അങ്ങോട്ടൊരു ടു ഇങ്ങോട്ടൊരു ടു പിന്നെ അങ്ങോട്ടൊരു ടു, ഈ ടു ആണ് നമ്മൾ കുറെ നേരം കൊണ്ട് കേൾക്കുന്നത്. സ്ത്രീയാണ് ഞാൻ. സമൂഹം ആഗ്രഹിക്കുമ്പോഴത്തെ ഒരു സ്ത്രീയാണോ? നിങ്ങൾ സ്ത്രീയാണോ അല്ലയോ? ഞാൻ ആഗ്രഹിക്കുമ്പോഴത്തെ സ്ത്രീയാണ്. എന്താ നിങ്ങൾ ആഗ്രഹിക്കാൻ പോലെ? Yes or no? എന്റെ ലിംഗത്തിന് ദിസ് ഇസ് നോട്ട് എസ് എ ക്വസ്റ്റ്യൻ ആൻസറിംഗ് അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എസ് എ അല്ല ഇവിടെ പറയേണ്ടത്. ഒരു എസ് എ ഉപന്യാസം പറയാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഏത് രീതിയിൽ yes or no എന്ന് പറഞ്ഞു നിങ്ങളാണോ തീരുമാനിക്കുന്നത് അവർ എസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയണമെന്നുള്ളത്? നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണമെന്ന് അവരാണോ പറഞ്ഞത്? എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് താങ്കളുടെ കർത്തവ്യം. ഉത്തരം എസ് ഓർ നോ പറയണോ, ഉപന്യാസം പറയണോ, പദ്യപാരായണം നടത്തണോ എന്നൊക്കെ ഉള്ളത് അവരുടെ കാര്യമാണ്. ഉപന്യാസം നടത്താനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? എസ് ഓർ നോ പറയൂ. അത് എങ്ങനെ എസ് ഓർ നോ പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്ക് അല്ലയോ? ഉപന്യാസമാണെങ്കിൽ മാർക്ക് തരത്തില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഉപന്യാസം, സ്റ്റോറി ടെല്ലിംഗ്. അങ്ങനെയാണോ? അവരെന്ത് ഉത്തരം പറയണോ നിങ്ങൾക്ക് എങ്ങനെ വാശി പിടിക്കാൻ പറ്റും? അത് അവരുടെ കാര്യമല്ലേ അവരെന്ത് ഉത്തരം പറയണോ എന്നുള്ളത്. എല്ലാം നിങ്ങൾ എന്ത് ഉത്തരം പറയണം? ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, സേ എസ് ഓർ നോ. അല്ല, ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ, സേ എസ് ഓർ നോ. എസ് വേണം, നോ വേണം. അതെങ്ങനെ പറയാൻ പറ്റും? തിരിച്ച് നിങ്ങൾ ചോദ്യം ഒറ്റ വാക്കിലുള്ള ചോദ്യം മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകത്തില്ലേ? ഇത്രയും വിവരം കെട്ട ആങ്കർ, എന്റെ പൊന്നളിയ. ഇവര് ഒരു ഇന്റർവ്യൂ, ഇവർക്ക് വൈറലാകുന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എങ്ങനെ വൈറലാകുക? ഇവിടെ വന്ന് ഇത് പറഞ്ഞ് വൈറലാകുക, അപ്പുറത്ത് സ്വന്തം ചാനലിൽ പോയി ഏത് വീഡിയോ എടുത്താലും ലൈഫ് ഓഫ് അനന്തു തൊപ്പിക്കാരൻ ലൈഫ് ഓഫ് അനന്തു. ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ശാരികയ്ക്കെതിരാണ് ബൗണ്ടറി. റിയ സൂപ്പർ ക്ലിയർ ആൻസർ കൊടുത്തു, ശാരികയെ ചാനലിൽ നിന്നും പിരിച്ചുവിടുക. റിയ പറയുന്നത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവളാണ് ശാരിക. റിയ പറഞ്ഞത് 100% ശരിയാണ്. ശാരികയേക്കാൾ ഭംഗി ട്രാൻസിനാണ്. ശാരിക എന്താണെന്ന വിചാരം? ദേവ് കമന്റ് ഇട്ടേക്കുന്നത് റിയ റോക്കിംഗ് കൺഗ്രാജുലേഷൻസ്. ഉത്തരം മുട്ടിയപ്പോൾ ശാരിക പത്തി മടത്തി ഇറങ്ങിപ്പോയി പൊളിച്ചടിക്കുന്നു പറഞ്ഞിട്ട്. ശരിക്കും ആ ഇന്റർവ്യൂവിൽ അത് തന്നെയാണ് സംഭവിച്ചത്. റിയ അവരുടെ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ശാരിക ഇറങ്ങി അങ്ങ് പോയി. എനിക്ക് ഇന്റർവ്യൂ താല്പര്യമുള്ള ഇവിടെ ഷോ ഡയറക്ടറൊക്കെ ഇവരുടെ കാൽക്കീഴിൽ വന്ന് അമർന്ന് കിടക്കുകയാണ്. ഞാൻ പോവാണ്, ഫ്രീലാൻസ് ആങ്കറാണ്. ഷോ ഡയറക്ടറൊക്കെ ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും 2 കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾക്ക് ഒരു ആങ്കറോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റോ ഇറങ്ങിപ്പോത്തുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് പറയാൻ മറുപടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ വാദത്തിൽ തോറ്റു പോകുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളൊരു സമയത്ത് നിങ്ങൾ ഇറങ്ങിപ്പോകും. രണ്ടാമത് നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന കാര്യത്തിൽ എനിക്കിനകത്ത് പറയാൻ മറുപടിയില്ല, നിങ്ങൾ ജയിച്ചു, ഞാൻ പരാജയം സമ്മതിച്ചു. ഈ 2 കാര്യത്തിൽ ഇറങ്ങിപ്പോത്തുള്ളൂ. ഇതിലേത് കാര്യത്തിലാണ് നിങ്ങൾ ഇറങ്ങിപ്പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. മൈൽ സ്റ്റോൺസ് മേക്കേഴ്സിനോട് റിക്വസ്റ്റ് ആണ്, ഒന്നെങ്കിൽ ആങ്കറെ മാറ്റുക. ശരിക്കും ഇവര് നല്ല ഒരു ലേഡിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് പല ആൾക്കാരോടും ചോദിച്ചപ്പോഴത്തേന്. അപ്പൊ ചാനലിന്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും ഒരു പെരുമാറുക. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചൂടുള്ളതായിരിക്കണം, അല്ലാതെ അതല്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. റെഡി ആയിട്ട് കാണാം.